നമസ്കാരം. ഗ്യാൻ ടെക്നോളജി റഡാറുകൾ, അതായത് ഗാലിയം നൈട്രൈഡ് ടെക്നോളജി ആസ്പദമായി പ്രവർത്തിക്കുന്ന റഡാറുകൾ ഇന്ത്യ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. റഡാർ ടെക്നോളജിയിൽ അതികായകന്മാരെന്നറിയപ്പെടുന്ന റഷ്യയെ ഇത് ചെറിയ രീതിയിലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവർ ഇപ്പോഴും ഗാലിയം ആഴ്സനൈഡ് റഡാറുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ എല്ലാ അർത്ഥത്തിലും കവച്ചു വയ്ക്കുന്നത് തന്നെയാണ് നമ്മുടെ ഗ്യാൻ ടെക്നോളജി അഥവാ ഗാലിയം നൈട്രൈഡ് ബേസ്ഡ് റഡാറുകൾ. റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് Su-57 ഫുൾ ടെക്നോളജി ട്രാൻസ്ഫറോടുകൂടി ഇന്ത്യക്ക് നൽകാൻ റഷ്യ തയ്യാറുമാണ്. എല്ലാ അർത്ഥത്തിലും ഈ വിമാനം മുൻപന്തിയിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും അമേരിക്കയുടെ കൈവശമുള്ള F-35നെ അപേക്ഷിക്കുമ്പോൾ ഇതിലൽപ്പം സ്റ്റെൽത്ത് കേപ്പബിലിറ്റി കുറവാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈയൊരു വിമാനത്തിൽ നമ്മുടെ ഗ്യാൻ ടെക്നോളജി റഡാർ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒന്നാന്തരം വിമാനമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് മുതിർന്ന ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ അഭിപ്രായം. നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ പോകുന്ന പല വിമാനങ്ങളിലും ഈ ഒരു റഡാർ സിസ്റ്റം തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നതും. എങ്കിലും നമ്മുടെ തുറുപ്പുചീട്ടായ റഫേൽ യുദ്ധവിമാനങ്ങളിൽ എന്തുകൊണ്ട് ഇത് ഘടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യം. ഗ്യാൻ ടെക്നോളജി റഡാറിൻ്റെ കൂടുതൽ സവിശേഷതകൾ പറയുന്നതിനോടൊപ്പം ഈ ഒരു ചോദ്യത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഗാലിയം നൈട്രൈഡ് എന്നത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്. പരമ്പരാഗത സിലിക്കണിനെ അപേക്ഷിച്ച് ഇതിന് കാര്യക്ഷമത കൂടുതലാണ്. സിലിക്കോണിനെ അപേക്ഷിച്ച് വർദ്ധിച്ച രീതിയിൽ താപനിലയും ശക്തിയും ക്രമീകരിക്കുന്നതിനുള്ള കഴിവും ഇതിനുണ്ട്. ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഗാലിയം നൈട്രൈഡ്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യയിലും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സിസ്റ്റത്തിലുമെല്ലാം ഇവ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഉയർന്ന കാര്യക്ഷമത ഉള്ളതുകൊണ്ട് തന്നെ റഡാർ സിസ്റ്റത്തിൻ്റെ ഭാഗവുമായിരിക്കുകയാണ് ഇതിപ്പോൾ. മേൽപ്പറഞ്ഞ സവിശേഷതകൾ കൂടാതെ പരമ്പരാഗത റഡാർ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ജാമിങ്ങിനെ പ്രതിരോധിക്കാനുള്ള കഴിവും ഇതിന് കൂടുതലാണ്. കൂടാതെ വളരെ ഉയർന്ന ഡിറ്റക്ഷൻ റേഞ്ചും ഇത് വിഭാവനം ചെയ്യുന്നു. അങ്ങനെയാണ് യുദ്ധവിമാനങ്ങളിലേക്കുള്ള ഇതിൻ്റെ രംഗപ്രവേശനം സാധ്യമായതും. നമ്മുടെ സ്വപ്ന പദ്ധതിയായ AMCA പ്രോജക്റ്റിൻ്റെ കീഴിൽ പുറത്തിറങ്ങാൻ പോകുന്ന വിമാനങ്ങളിലും ഈ റഡാർ സിസ്റ്റം ആയിരിക്കും ഘടിപ്പിക്കുക. DRDOയുടെ കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഉത്തം ഗ്യാൻ AESA റഡാർ വികസിപ്പിച്ചെടുക്കുന്നത്. ഇതുവഴി നമ്മുടെ റഡാറിൻ്റെ സൈസ് തന്നെ കുറയ്ക്കാൻ കഴിയും. പരമ്പരാഗത റഡാറുകളെ അപേക്ഷിച്ച് മൊഡ്യൂളുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതേസമയം കാര്യക്ഷമത കൂടുകയും ചെയ്യുന്നു. നമുക്ക് റഷ്യയുടെ Su-57ൻ്റെ റഡാർ സിസ്റ്റം ഒന്ന് പരിശോധിക്കാം. അവർ ഉപയോഗിക്കുന്നത് ഗാലിയം ആഴ്സനൈഡ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന N036 ബേൽക്ക AESA റഡാറാണ്. ഇതിൽ 1514 മൊഡ്യൂളുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ഗ്യാൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഉത്തം റഡാറിൽ 1400 മൊഡ്യൂളുകൾ മതിയാകും. മൊഡ്യൂളുകളുടെ എണ്ണം കുറയുമ്പോഴും നമ്മുടെ റഡാറിന് ഒരേ സമയം കൂടുതൽ ടാർഗറ്റുകളെ നിരീക്ഷിക്കാൻ കഴിവുണ്ടാകും. Su-57 റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള രൂപമാറ്റവും വരുത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ റഡാർ സിസ്റ്റം ഈ വിമാനത്തിൽ ഘടിപ്പിച്ചാൽ ഇതൊരു വേറെ ലെവലിലെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗ്യാൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഉത്തം റഡാറാണ് ഭാവിയിൽ വരാൻ പോകുന്ന നമ്മുടെ വിമാനങ്ങളായ തേജസിലും ആംകെയിലും സുഖോയ് 30യുടെ പരിഷ്കരിച്ച പതിപ്പായ സൂപ്പർ സുഖോയിലുമെല്ലാം ഘടിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അവ Su-57ലും കൂടി ഘടിപ്പിച്ചാൽ നമുക്ക് ഏകീകൃത ട്രെയിനിങ് സംവിധാനത്തിലൂടെ മെയിൻ്റനൻസും എളുപ്പമാക്കാൻ കഴിയും. ഇതെല്ലാം ഇന്ത്യയിലെ ഒരു മുതിർന്ന എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. യഥാർത്ഥത്തിൽ റഷ്യയുടെ ഈ ഓഫറിനെ സംബന്ധിച്ച് ഇന്ത്യ ഒരു അന്തിമ തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ല. എല്ലാ ഘടകങ്ങളും ഇഴകീറി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവ റഫേൽ വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല എന്നുകൂടി പരിശോധിക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് തെയിൽസ് RB-E2 AESA റഡാറാണ്. ഇത് ഗാലിയം ആഴ്സനൈഡ് ബേസ്ഡ് ടെക്നോളജിയിലുള്ളതാണ്. നമുക്കിവ പരിഷ്കരിക്കാനുള്ള വിലങ്ങുതടിയായി നിൽക്കുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന ഘടകമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രാൻസ് ഇന്ത്യക്ക് വിമാനം തന്നെങ്കിലും അത് എല്ലാ മോഡിഫിക്കേഷനും വരുത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയൊന്നുമല്ല. ഈ വിമാനങ്ങളിൽ എന്ത് മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിലും ഫ്രാൻസിൻ്റെ അനുമതി വേണം. അനുമതി മാത്രം പോരാ, സോഫ്റ്റ്വെയർ അപ്ഡേഷനും വേണ്ടിവരും. ശേഷം അവർ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈയും ചെയ്തു തരണം. എങ്കിൽ മാത്രമേ നമ്മുടെ മോഡിഫിക്കേഷൻസ് അതിൽ കോമ്പാറ്റബിൾ ആവുകയുള്ളൂ. ഇതിന് ഏറെ പണച്ചെലവും കാലതാമസവും ഒക്കെ വരുന്ന പരിപാടിയാണ്.
ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അസ്ത്ര MK-1 എയർ ടു എയർ മിസൈലും സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺസുമൊക്കെ ഇത്തരത്തിൽ ഫ്രഞ്ച് വിമാനത്തിൽ ഘടിപ്പിക്കാൻ വേണ്ടി അപ്രൂവൽ നേടേണ്ടി വന്നു. റഫേൽ വിമാനങ്ങളിൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേസ് ഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും റഡാറിനെയോ ഏവിയോണിക്സിനെ ബാധിക്കാത്തതുകൊണ്ട് തന്നെ വലിയ നൂലാമാലകളൊന്നും വേണ്ടി വന്നില്ല. ഒരിക്കൽ ഫ്രഞ്ച് വിമാനത്തിൽ ഇന്ത്യൻ റഡാർ സിസ്റ്റം ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ ആയുധങ്ങൾ അതിൽ ഘടിപ്പിക്കാനോ വിമാനത്തിൽ മോഡിഫിക്കേഷൻസ് വരുത്താനോ ഫ്രാൻസിൻ്റെ അനുമതി നമുക്ക് തേടേണ്ട ആവശ്യം വരില്ല. ഇതിനെ തന്നെയാണ് എപ്പോഴും ഫ്രാൻസ് എതിർക്കുന്നതും. കാരണം അവർക്ക് വലുത് അവരുടെ കച്ചവട താല്പര്യങ്ങളാണ്. അതിൽ ഫ്രാൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് രാജ്യങ്ങളുടെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ സോഴ്സ് കോഡ് എന്നും അതാത് രാജ്യങ്ങൾ സീക്രട്ടായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി എത്ര തന്നെ പണച്ചെലവുണ്ടായാലും എന്തു തന്നെ ത്യാഗം സഹിച്ചും നമ്മുടെ എല്ലാ വിമാനങ്ങളും ഒരേ സമയം മോഡിഫിക്കേഷനായി ഫ്രാൻസിലേക്ക് അയച്ചു എന്ന് ഇരിക്കട്ടെ. ആ സമയം നമ്മുടെ എയർഫോഴ്സ് സ്ക്വാഡ്രനുകളിൽ ഗണ്യമായ ഒരു കുറവ് അനുഭവപ്പെടും. ഈ ഒരു അവസരം മുതലാക്കി ചൈനയും പാകിസ്ഥാനും ഇവിടെ കയറി മേയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഇന്ത്യ തയ്യാറുമല്ല. എന്നാൽ ഘട്ടം ഘട്ടമായി ഫ്രാൻസുമായി സംസാരിച്ച് സഹകരിച്ച് പല മോഡിഫിക്കേഷനുകളും റഫേൽ വിമാനങ്ങളിൽ വരുത്താൻ ഇന്ത്യൻ എയർഫോഴ്സിന് പദ്ധതിയുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങൾക്കും വിജയാശംസകൾ അറിയിക്കുന്നു. ജയ് ഹിന്ദ്.